നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. അങ്ങനെ വിവാദമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്ത് വന്നാലും ഏത് വന്നാലും പൊതുജനങ്ങൾക്ക് പലതും പറയാനുണ്ടാവുമല്ലോ. നല്ലതും പറയും, ചീത്തയും പറയും. ചിലർ അതിന് മറുപടി അർഹിക്കുന്ന രീതി കൊടുക്കും, ചിലരത് മൗനം പാലിക്കും. അത്തരത്തിലൊരാളാണ് നമ്മുടെ മമ്മൂട്ടി. കൊമ്പ് വിളച്ചു മമ്മൂട്ടിയെന്ന് ഒരാൾ മമ്മൂട്ടി ചിത്രം വെച്ചിട്ട് ഒരു കലമാൻ്റെ കൊമ്പൊക്കെ എടുത്ത് വെച്ചിട്ടേ അത് കൊമ്പ് വിളച്ചു മമ്മൂട്ടിയെന്ന്. എന്തർത്ഥത്തിലാണ് അദ്ദേഹം അത് പറയുന്നതെന്ന് വെച്ചാൽ, എന്തും ആവാം ഏതും ആവാം എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രതികരണം. നമ്മൾ സൈബർ ആക്രമണം എന്ന് വെച്ചാൽ പല രീതിയിലാണ്. പത്രത്തിലുണ്ടല്ലേ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം, പിന്നെ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. ശരിയാണ്, അദ്ദേഹം മമ്മൂട്ടി ചെയ്ത നല്ല കാര്യങ്ങൾ പലരും വിസ്മരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ. ഹാർട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ടേ നിംസ് മെഡിസിറ്റിയിൽ എന്തുമാത്രം ശസ്ത്രക്രിയ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പണം ചിലവാക്കി ചെയ്യുന്നതെന്നറിയോ. അതുപോലെ എത്ര സാധു കുടുംബങ്ങൾക്കാണ് അദ്ദേഹം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ തന്നെ നോക്കിയോളൂ, ഈ സാജൻ ചക്കരയമ്മ എന്ന വ്യക്തി സംവിധായകനായതും മമ്മൂട്ടിയുടെ മഹാമനസ്കത എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ ഒരു വലിയ നിർമ്മാതാവ്, അദ്ദേഹം ഒത്തിരി നല്ല പടങ്ങളെടുത്ത ഒരു വലിയ നിർമ്മാതാവ്. അദ്ദേഹത്തിനൊരു പുതിയ സംവിധായകനെ വെച്ചിട്ട് ചിത്രം ചെയ്യണമെന്ന് തോന്നി. മമ്മൂട്ടിയാണ് നായകൻ, മധുസാറുണ്ട്, അങ്ങനെ പലരും ഉണ്ട്, ബേബി ശാലിനി, ചക്കരയമ്മ, കാര്യമാണ് ഞാൻ പറയുന്നത്. അതുവരെ അദ്ദേഹം എല്ലാം എടുത്തതൊക്കെ വലിയ പ്രശസ്തരായ സംവിധായകരെ വെച്ചായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു പുതിയ ആളിനെ പരീക്ഷിക്കാമെന്ന് കരുതി അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിച്ചു. ഞാൻ വർഷങ്ങളോളം എൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ കുറേ അധികം ചിത്രങ്ങൾക്ക് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ വില്യംസിൻ്റെ ക്യാമറാമാൻ വില്യംസിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ നദി മുതൽ നദി വരെ വില്യംസിൻ്റെ നദി മുതൽ നദി വരെ വിജയാനന്ദ സാറാണ് നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ്. അഥർവമൊക്കെ എടുത്ത ഈരാളിയായിരുന്നു എൻ്റെ നിർമ്മാതാവ്. അപ്പോൾ ആ പടത്തിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. അന്ന് മമ്മൂട്ടിയായിരുന്നു എൻ്റെ പ്രധാന വേഷം ചെയ്യുന്നത്. അന്ന് ഞാൻ മമ്മൂട്ടിയെ പരിചയപ്പെടുന്ന കാര്യം പറയാനാണിത്. ഈ നദി മുതൽ നദി വരെ എന്ന് പറയുന്നത്, ചില ദിവസങ്ങളിൽ സംവിധായകൻ വരാത്ത ദിവസം ഞാനാണ് ചില പോർഷൻസ് അന്ന് എടുത്തിരുന്നത്. അന്ന് മമ്മൂട്ടി എന്നെ പ്രത്യേകിച്ച് വാച്ച് ചെയ്ത് ഞാനത് പറയാനാണ് ഇപ്പം എൻ്റെ ഉദ്യമം. പിന്നെ അക്കരെ എന്ന പടത്തിൽ ഞാനായിരുന്നു അസോസിയേറ്റ്, കെ എൻ ശശിധരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചാൽ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന പടത്തിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം, ക്യാമറ ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും ശരി, എല്ലാം പുള്ളി വാച്ച് ചെയ്യും. ഇതിലൊരു സുപ്രഭാതത്തിൽ നിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പുള്ളി പറയുന്നില്ല. പുള്ളി ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കും. അങ്ങനെ നമ്മുടെ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ സാറ് എൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നല്ല ഫ്യൂച്ചറുള്ള ഡയറക്ടറാണ് എന്നാണ് പറഞ്ഞത്രേ. അത് ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ പിന്നീട് എത്രയോ കാലത്തിന് ശേഷം നിർമ്മാതാവ് എന്നോട് പറയുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് മമ്മൂട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് എന്ത് പറഞ്ഞാലും, ഗോസിപ്പുകൾ എന്ത് പറഞ്ഞാലും പുള്ളി അത് ശ്രദ്ധിക്കാറേ ഇല്ല. വളരെ പ്രശംസിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരൻ അതിന് അനുമോദനവും കൊടുക്കാറില്ല. പുള്ളിയുടെ ട്രാക്കൊന്ന് വേറെയാണ്. അതായത് ഞാൻ കുറേ അധികം ആൾക്കാരെ ഞാൻ ഈ അസോസിയേറ്റ് ആയിരിക്കുമ്പോഴും ഡയറക്ടറായിട്ടും കണ്ടിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ ഈ അഭിനയിക്കുന്ന കുറേ നടന്മാരുണ്ട്. അതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മിസ്റ്റർ വർക്ക് ചെയ്ത സൈനുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് ഒരു നടനെക്കുറിച്ച്. ഞാൻ പേരൊന്നും പറയില്ല, കാരണം ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ എന്ന് പുള്ളിയെ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം, ഞാൻ പറയില്ല. അപ്പോൾ അതുപോലെ ഈ മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കില്ല. അത് പുള്ളിക്കാരൻ്റെ ഒരു രീതിയാണ്. ഒരു ഒറ്റ കൊമ്പൻ എന്ന് പറയാമല്ലോ, അതായത് എന്താ പറയുക, പുള്ളിക്കാരൻ നടത്തയും ഭാവവും സംസാരവും എല്ലാം ഒരു പ്രത്യേക രീതിയാണ്. അദ്ദേഹത്തിന് അടുക്കാൻ തന്നെ ആൾക്ക് പേടിയാണ്. അടുത്താലോ ശുദ്ധനാണ്, അടുക്കാൻ പേടിയാണ്. പുള്ളി ഒന്നിനെക്കുറിച്ചും പരദോഷം പറയില്ലല്ലോ, നല്ല കാര്യങ്ങൾ മാത്രമല്ലേ പുള്ളി പറയുള്ളൂ. അത് ചിലർക്ക് കൊള്ളേണ്ട രീതി കൊള്ളും, കൊള്ളാത്തവർക്ക് കൊള്ളില്ല. പക്ഷേ പുള്ളി ദൂഷ്യം പറയില്ല. ജീവിതത്തിൽ അഭിനയം എന്ന് പറയുന്നതില്ല, അഭിനയിക്കുന്ന റോള് എന്ത് ഭ്രമയുഗം, എന്താ അഭിനയം. അതുപോലെ എത്ര പടങ്ങൾ അഭിനയത്തിൽ വന്നാൽ പിന്നെ പുള്ളിക്കാരൻ അത് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അഭിനയം, അതാണ് മമ്മൂട്ടി.
ആ മമ്മൂട്ടിയെക്കുറിച്ചാണ് കൊമ്പും മുളച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാമാണ് പറയുന്നത്. അദ്ദേഹം ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവത്തിന് പുള്ളി അതായത് മദ്രാസിലായിരുന്നല്ല പുള്ളി കുറച്ച് നാൾ ഈ അസുഖമായിട്ട് വിശ്രമത്തിലായിരുന്നു. പക്ഷേ പുള്ളിക്ക് തോന്നി അവിടെ ഒന്ന് ടൗൺഷിപ്പ് സന്ദർശിക്കണമെന്ന്. നമ്മുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ബേബി സാറ് അദ്ദേഹം വന്ന് പോയ ശേഷമാണ് ഈ മമ്മൂട്ടിയോട് സന്ദർശിച്ചത്. മമ്മൂട്ടി അറിഞ്ഞു, എന്നാൽ പിന്നെ പുള്ളിക്കാരന് ഒരു പ്രശസ്തി കിട്ടണം, കൂടെ പോകണം, ബേബി സാറിൻ്റെ പോകണം എന്നുള്ളതല്ല പുള്ളി വിചാരിച്ചത്. അദ്ദേഹം വന്ന് പോട്ടെ എന്ന് കരുതി ആരെയും അറിയിക്കാതെയാണ് പുള്ളി സന്ദർശിക്കാൻ പോയത്. അത് ആ സ്ഥലത്തെ പ്രധാന മനുഷ്യനാണല്ലോ രാഷ്ട്രീയക്കാരനായ അദ്ദേഹം റഫീഖ്. അദ്ദേഹത്തിന് വളരെ അഹോരാത്രം പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. മമ്മൂട്ടി വരുന്നറിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തായി, നിങ്ങളൊരു VIP ഒരു സെലിബ്രിറ്റി വരുമ്പോഴത്തേക്ക് കൂടെ പോയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് കുറ്റം പറയില്ലേ, കുറ്റം ആവുമല്ലോ. അദ്ദേഹം അറിഞ്ഞ് കൂടെ എന്ത് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പാർട്ടി പ്രവർത്തകരും ഒക്കെ കൂടി മമ്മൂട്ടിയുടെ കൂടെ പോയി. നല്ല കാര്യം പുള്ളി ചെയ്തത്. അപ്പോൾ മമ്മൂട്ടിക്കും ഒരു ആവേശമായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ. ഇത്രയും കാലം ഇവിടെ വന്നിട്ടാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നൊരു അഭിപ്രായം മമ്മൂട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ള വേറെ കാര്യം. മമ്മൂട്ടി ഒരു രഹസ്യ സന്ദർശനം പോലെ അവിടെ എല്ലാം എന്തെല്ലാമാണ് കണ്ടു കേട്ട് പോകാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ സൈബർ അറ്റാക്ക്. അത് ഏതിനെയും കുറിച്ച് അങ്ങ് വിമർശിക്കണം, ഒന്നും അറിയാതെ എന്തും അങ്ങ് പറയാമെന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് അതും അവർക്കൊരു പേര് കിട്ടാനൊക്കെ അടിച്ചു വരാനും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ പരത്തി പറയാതെ പത്രവാർത്ത തന്നെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി K. റഫീഖിനോട് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞ സംഭവത്തിൽ മമ്മൂട്ടിക്കെതിരെ CPM അനുഭാവികളുടെ കടുത്ത സൈബർ ആക്രമണം. പിന്നാലെ ജില്ലാ സെക്രട്ടറിയെ മമ്മൂട്ടി വീഡിയോ കോളിൽ വിളിച്ചതോടെ വിവാദം തണുത്തു. അതാണ് മമ്മൂട്ടി. കണ്ടോ, ഇത് മമ്മൂട്ടി അറിഞ്ഞിരുന്നില്ല. വീഡിയോ കോളിൽ വിളിച്ചിട്ട് ആ മഹാമനസ്കതയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് കേട്ടോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ കൽപ്പറ്റയിൽ പണിത മാതൃകാ ടൗൺഷിപ്പിൽ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി നടത്തിയ സ്വകാര്യ സന്ദർശനമാണ് വിവാദമായത്. സ്ഥലത്തുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തെ അനുഗമിച്ചു. ടൗൺഷിപ്പ് പ്രോജക്റ്റ് CEO ഡോക്ടർ OJ അരുൺ ടൗൺഷിപ്പിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നതിനിടെ തൻ്റെ ഒപ്പം നിന്ന റഫീഖിനോട് മമ്മൂട്ടി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ധരിക്കില്ലേ? അത് അദ്ദേഹം പറയുന്ന കാരണം വെച്ചാൽ ഒരു പാർട്ടിക്കാരൻ, ഇദ്ദേഹം ഒരു ലെഫ്റ്റ് അനുഭാവിയായ കരളി ചാനൽ ചെയർമാനാണല്ലോ. അതുകൊണ്ട് പാർട്ടിക്കാരെ വിളിച്ച് പാർട്ടിക്ക് വേണ്ടി പറ്റിയൊന്നും തോന്നില്ല എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അല്ല മറ്റൊന്നും പുള്ളി ഉദ്ദേശിച്ചിട്ടല്ല, അതാണ് പുള്ളി പറഞ്ഞതും. അല്ല അതിനൊരു അർത്ഥം വേണ്ടെടുക്കാനോ കണ്ടെടുക്കാനോ വേണ്ടി ഉദ്ദേശിച്ചതല്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന് തോന്നില്ലേ. അത് സത്യത്തിൽ കേൾക്കുമ്പം റഫീഖിനൊരു ജാള്യത ഉണ്ടായി, മുഖമൊക്കെ നമ്മൾ കണ്ടതാണത്. ഇതിൽ റഫീഖ് അല്പം ഒതുങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ മാന്യത അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ചെറു പുഞ്ചിരിയോടെ ഇത് കേട്ട് നിന്ന് റഫീഖ് അല്പം പിന്നോട്ട് മാറുകയും ചെയ്തു. തൊട്ടടുത്തുണ്ടായിരുന്ന ആൾ മൊബൈൽ ക്യാമറയിലെടുത്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മമ്മൂട്ടിയെ അസഭ്യം പറഞ്ഞും റഫീഖിനെ പിന്തുണച്ചും മമ്മൂട്ടിയുടെ പേരിൽ CPM അനുകൂലികൾ കമൻറ്റിട്ടു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, P. രാജീവ് എന്നിവരും പ്രതികരണവുമായി രംഗത്തെത്തി. മന്ത്രി രാജീവൊക്കെ പ്രതികരണം കൂടെ നല്ല പ്രതികരണമാണ്. കാരണം മമ്മൂട്ടിയെപ്പോലെ സെലിബ്രിറ്റി അവിടെ വന്നതും സന്ദർശിച്ചതും ഇന്ന് എല്ലാവരും അറിഞ്ഞില്ലേ, ലോകം അറിഞ്ഞില്ലേ. അതൊരു നല്ല കാര്യമല്ലേ. അത് രാജീവ് സാറ് മന്ത്രി അദ്ദേഹം നല്ല രീതിയിലാണ് കൊടുത്തത്. അതിനെയും വിമർശിച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പറയാൻ പോയതെന്നൊക്കെ. എന്തിനാണിതൊക്കെ എന്നുള്ളതാണ്. തുടർന്ന് ഉച്ചയോടെ റഫീഖിനെ മമ്മൂട്ടി ഫോൺ ചെയ്യുകയായിരുന്നു. അപമാനിക്കണമെന്ന് വിചാരിച്ചല്ലെന്നും ഉദ്ദേശശുദ്ധി മാനിക്കണമെന്നും വീഡിയോ കോളിൽ വന്ന മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. ഇക്കാര്യം സ്ഥിരീകരിച്ച് റഫീഖ് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടു. അത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്നവരെ സ്വീകരിക്കുന്നതും മറ്റൊരു നിലയിൽ വായിക്കപ്പെട്ടേക്കാം എന്നതാണ് മമ്മൂട്ടി സൂചിപ്പിച്ചതെന്ന് റഫീഖ് കുറിച്ചു. അദ്ദേഹം വിശദമായിട്ട് കുറിച്ചു ഇല്ലേ. അദ്ദേഹത്തിനെ കുറിച്ച് നന്നായി. കാരണം പാർട്ടി പ്രവർത്തകർക്ക് വിഷമം വേണ്ട, അദ്ദേഹം ഒരു പാർട്ടിയിലെ ആളായതുകൊണ്ടും നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും. മമ്മൂട്ടി വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം അപമാനിക്കുന്ന നിലയിൽ ചില മാധ്യമങ്ങളും വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണെന്ന് റഫീഖ് പറഞ്ഞു. അതോടെ തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ മറ്റൊരർത്ഥത്തിൽ എടുക്കരുത് ഒരു കാര്യവും. മമ്മൂട്ടി മാത്രമല്ല, ദുൽഖർ സൽമാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അറിയേയില്ല, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക്
ദുൽഖറാണ് പണം കൊടുത്തത്. അതുപോലെ മോഹൻലാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നതൊന്നും പുറത്ത് പറയാറില്ല. ഇപ്പം ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള മമ്മൂട്ടിയെ സന്ദർശിച്ചത് ഒരു വലിയ കാര്യമാണ്, നിസ്സാര കാര്യമല്ല. അത് ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ കാണുന്നില്ലേ, മലയാളികൾ മുഴുവൻ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചില സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. അത് പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് മലയാള സിനിമയിൽ ഞാൻ ഉൾപ്പെടെ എത്രയോ അസോസിയേറ്റ് ഡയറക്ടർമാരെയാണ് പുള്ളിക്കാരൻ പ്രൊമോട്ട് ചെയ്യുന്നറിയാമോ. നേരിട്ട് നിനക്ക് ആ ഒരു പടം പിടിച്ചുതരാം എന്നല്ല പുള്ളി പറയുന്നത്. പുള്ളിക്കാരൻ ഒരു പ്രത്യേക വിഗ്രഹ വീക്ഷണമൊക്കെ നടത്തി ആ വ്യക്തി മിടുക്കനാണോ, നല്ല സിനിമ ചെയ്യാനുള്ള പ്രാപ്തനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് മമ്മൂട്ടി ചെയ്യുന്നത്. ഇനിയോ മമ്മൂട്ടി അടുത്ത് കഥ പറയാൻ പോയാൽ അദ്ദേഹത്തോട് പറയും നീ സ്ക്രിപ്റ്റ് എഴുതാൻ പറയും. ആ കഥ പറയുന്ന രീതി പുള്ളിക്ക് മനസ്സിലാവും. ബ്ലസ്സിയൊക്കെ അങ്ങനെയാണ്, കാഴ്ചയിൽ കഥ പറയാൻ പോയപ്പോൾ കാഴ്ച മനോഹരമായിട്ട് ബ്ലസ്സി പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഇതാരാ എഴുതുന്നത്, അത് അറിയുന്ന ആരെ കൊണ്ട് എഴുതിക്കണം, ഇതിൽ കൂടെ എഴുതാൻ ആരാണ്, തനിക്ക് എഴുതിക്കൂടെ, നന്നായിട്ടല്ലേ താൻ ഇത് എന്നോട് പറഞ്ഞത് സ്ക്രിപ്റ്റ്, അതേപോലെ ഓരോ രീതി മനോഹരമായിട്ടല്ലേ പ്രസൻറ്റ് ചെയ്യുന്നത്, താൻ എഴുത്. അപ്പോൾ ബ്ലസ്സിയനെ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞിട്ടാണ് ഞാൻ ഒരു റൈറ്ററായതെന്ന്. അങ്ങനെ എത്ര പേരെ റൈറ്ററാക്കി. അങ്ങനെ പുതിയ പുതിയ ആൾക്കാർക്ക് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്ന രീതി മമ്മൂട്ടിക്ക് പണ്ടേ ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ ഒന്നും അറിയാതെ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം മമ്മൂട്ടിയെ ഞാൻ എത്ര സിനിമകളാണ് മമ്മൂട്ടിയോടൊപ്പം ഞാൻ ചെയ്തതെന്നറിയോ. എൻ്റെ സിനിമകളൊക്കെ കുറച്ച് അറിയാത്ത ഈ തലമുറയ്ക്ക് വേണ്ടി ഏതാനും സിനിമകളുടെ പേര് പറയാം. ചക്കരയുമ്മ, കൂട്ടിനിളങ്കിളി, ഒരു നോക്ക് കാണാൻ, തമ്മിൽ തമ്മിൽ, സ്നേഹമുള്ള സിംഹം, കണ്ടു കണ്ടറിഞ്ഞു, ഇന്ന് താൻ എൻ്റെ നിമ്മി, ഇങ്ങനെ കുറേ സിനിമകൾ ഞാൻ മമ്മൂട്ടിയായിട്ട് ചെയ്ത പടങ്ങളാണ്. അപ്പോൾ മമ്മൂട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാമല്ലോ. ആ മമ്മൂട്ടിയുടെ രീതിയും ഭാവവും എല്ലാം എനിക്കറിയാവുന്ന ആളാണ്. പക്ഷേ ഞാനത് ഒന്നും പറയാറില്ല, പറയേണ്ട കാര്യമില്ല. അങ്ങനെ മമ്മൂട്ടിയെ പുകഴ്ത്തി പറയുന്നത് മമ്മൂട്ടിയോട് ഇഷ്ടവുമല്ല, അതും എനിക്കറിയാം. മമ്മൂട്ടിയുടെ രീതി ആ രീതിയിലാണ്. നമുക്ക് ഇത്ര ഒരു മഹാനെ ഇങ്ങനെ ഈ സൈബർ അറ്റാക്കിലൂടെ പറയുന്നത് ശരിയല്ല എന്ന് പറയാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ എപ്പിസോഡിൻ്റെ ഉദ്യമം. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇനി വിശദമായിട്ട് ഞാൻ പിന്നൊരിക്കൽ പറയാം. പല വ്യക്തികളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതിൽ ഒന്ന് ഇപ്പം ഇത് റീസെൻ്റായിട്ട് വന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.